ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതുഞായറിന് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 58 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. യേശു പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ എന്ന് തുടങ്ങുന്നതായ പ്രസ്താവനകൾ 7 തവണ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് തന്നെക്കുറിച്ച് തന്നെ പറയുവാനായിട്ട് ഇടയായത്? കാരണം അപ്പം ആദ്യം മുതലേ മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ അടിത്തറയായിരുന്നു. ഭക്ഷണം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഭക്ഷണം മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതുമാണ്. പ്രിയമുള്ളവരെ, ഭക്ഷണം ശരീരത്തിന് ആവശ്യമായിരിക്കുന്നത് പോലെ ക്രിസ്തുവും നമുക്ക് ആവശ്യമാണ്. ക്രിസ്തു നമുക്കുള്ള മാംസവും പാനീയവുമാണ്. ക്രിസ്തു ജീവന്റെ അപ്പവും ജീവജലവുമാണ്. അവനാണ് നമ്മുടെ എല്ലാം. അവനില്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. കാരണം അവൻ ജീവനാണ്. ആ ജീവനെ പ്രാപിക്കുവാനായിട്ട് ക്രിസ്തു തന്നെ നമ്മളോട് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനൊക്കെയും ഒരു നാളും മരിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് കൊണ്ട് ചിലരെങ്കിലും പറയും, ഞങ്ങൾ ഈ കഴിഞ്ഞ പെസഹായ്ക്ക് ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ കഴിഞ്ഞ പെസഹാ കുർബാനയ്ക്ക് ഭക്ഷിച്ചതുകൊണ്ട് ഞാൻ നിത്യജീവൻ അവകാശികളായി തീരും എന്ന് നിരൂപിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കുകയില്ല. കാരണം ഈ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവൻ അത് യോഗ്യതയോടും വിശുദ്ധിയോടും കൂടെ അനുഭവിക്കുവാനായി തയ്യാറാകണം. വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവായ യേശു തമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നവർക്കാണ്, പ്രിയമുള്ളവരെ, നിത്യജീവൻ ലഭിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവനിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അവനിൽ ജീവിച്ച് ഈ ലോകത്തെ ജയിച്ച് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അപ്പവീഞ്ഞുകളായി അനുഭവിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. പരിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ അനുദിനം വിശുദ്ധിയിൽ വളരുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നിത്യജീവനിലേക്ക് അർഹരായി തീരുവാൻ തക്കവണ്ണം അതിയായ വിശ്വാസത്തോടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുത്രനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ നിത്യജീവനെ കാണുകയില്ല എന്ന വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.